ഹായ് സ്റ്റുഡൻസ്, വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BSc മലയാള സാഹിത്യം സെക്കൻഡ് സെമസ്റ്റർ രണ്ടാം സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ KP അപ്പൻ എന്ന സാഹിത്യ നിരൂപകൻ്റെ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന പാഠമാണ് പഠിച്ചിരിക്കുന്നത്. അതിലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ A വിഭാഗത്തിൽ വരുന്ന, അതായത് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. KP അപ്പൻ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന പാഠത്തിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ചാണ്, രാഘവൻ പിള്ളയുടെ ആത്മഹത്യയെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KP അപ്പൻ്റെ അഭിപ്രായത്തിൽ ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? KP അപ്പൻ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന പാഠത്തിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന കാൽപ്പനിക കവിയുടെ ആത്മഹത്യയെക്കുറിച്ചാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ KP അപ്പൻ്റെ അഭിപ്രായത്തിൽ ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? ഇടപ്പള്ളിയുടെ ചിന്തയിൽ സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും മനുഷ്യൻ എന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അല്ലെങ്കിൽ ഇടപ്പള്ളി തൻ്റെ കവിതകളിൽ ആ ഒരു തത്വചിന്തയാണ് പകർന്നു വെച്ചത്. സ്വതന്ത്രനായി ജനിക്കുന്നുവെങ്കിലും മനുഷ്യൻ എന്നും ദുഃഖത്തിൻ്റെ ചങ്ങലകളിലാണെന്ന്. ദുഃഖത്തിൻ്റെ ഈ ചങ്ങലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധി എന്ന നിലയിലാണ് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തതെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. അടിസ്ഥാനപരമായും ഇടപ്പള്ളി മൃത്യുബോധത്തിൻ്റെ കവിയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ജീവിതമെന്ന അന്യരാജ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരു അന്യൻ്റെ അഭിലാഷം സ്വയം വളർന്ന ആത്മഹത്യയിൽ കലാശിക്കുകയാണ് ചെയ്തതെന്നാണ് KP അപ്പൻ ഈ പാഠത്തിലൂടെ വിലയിരുത്തുന്നത്. അടുത്ത ചോദ്യം, രാജലക്ഷ്മി എന്ന എഴുത്തുകാരിയെ മരിക്കാൻ പ്രേരിപ്പിച്ചത് എന്തെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം? മരണത്തോടുള്ള സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു പ്രസിദ്ധ നോവലിസ്റ്റായ മിസ് രാജലക്ഷ്മി സ്വയം ആത്മഹത്യയിലേക്ക് എത്തിച്ചേരാൻ കാരണഭൂതമായത് എന്ന് പറയുന്നു. മരണത്തോടുള്ള സ്വാഭാവികമായ ആഭിമുഖ്യം. പ്രസിദ്ധ നോവലിസ്റ്റായിരുന്നു മിസ് രാജലക്ഷ്മി. ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കാം ആ എഴുത്തുകാരിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് KP അപ്പൻ ഈ പാഠത്തിലൂടെ വിലയിരുത്തുന്നത്. അടുത്ത ചോദ്യം, കാൽപ്പനികവാദിയായ അന്യൻ സ്വപ്നം കാണാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? അദ്ദേഹം പറയുകയാണ്, സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാകുന്ന യഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഈ ബോധം സ്വന്തം ദേശം ഇതല്ലെന്ന് ചിന്തിക്കുവാൻ അയാളെ പ്രേരിപ്പിക്കുന്നതോടെ മറ്റു ലോകങ്ങളെപ്പറ്റി അയാൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു എന്നതാണ് KP അപ്പൻ സംസാരിക്കുന്നത്. അടുത്ത ചോദ്യം, കോളിൻ വിൻസൻ എന്താണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? കോളിൻ വിൻസൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് KP അപ്പൻ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ് കോളിൻ വിൻസൻ പറയുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ അഭിലാഷങ്ങൾക്ക് സാഫല്യം നൽകാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് സ്വയം പരാതിപ്പെടുകയും മനുഷ്യാത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സദാ ഭയപ്പെടുകയും ചെയ്യുന്നത് കാൽപ്പനികവാദിയായ അന്യൻ്റെ സ്വഭാവമാണെന്നും ആധുനിക മനുഷ്യൻ്റെ അന്യതാബോധത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു പഠനം നടത്തിയ കോളിൻ വിൻസൻ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത ചോദ്യം, ആത്മഹത്യ അതിനൊരു വഴി മാത്രമായിരുന്നു. ഏതിന്? ഇത് പാഠത്തിലൊരു വരിയാണ്. ആത്മഹത്യ അതിനൊരു വഴി മാത്രമായിരുന്നു. ഏതിന്? മനുഷ്യാത്മാവിൻ്റെ ആശകൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ല ഈ ലോകം സൃഷ്ടിച്ചതെന്ന ഭയമായിരിക്കാം ഈ ശത്രുലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത്. അതായത് ഇടപ്പള്ളിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള വഴിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, നിത്യരോധനം എന്ന കവിതയുടെ അവസാനം ഭംഗിയായി സൂചിപ്പിച്ചത് എന്താണ്? നിത്യരോധനം എന്ന കവിതയുടെ അവസാന ഭാഗത്ത് ഭംഗിയായി സൂചിപ്പിക്കുന്നത് ഇതാണ്: ജീവിതവും മരണവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കാൻ വേണ്ടി കവി ദിവസവും അഭിലാഷഭംഗം മാത്രം കണ്ട് അസ്വസ്ഥനായ അദ്ദേഹം മരണം വരെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുകയും മരണം ഇനിയും അകലെയാണെന്ന അക്ഷമ ദീനരോധനത്തിൻ്റെ അവസാനം
ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആ കവിതയിൽ നിത്യരോധനം എന്ന് പറയുന്ന കവിതയിൽ കവി മരണവും ജീവവും തമ്മിലുള്ള അകലത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു വന്നത്. അതായത് ദിവസവും അഭിലാഷഭംഗം മാത്രം കണ്ട് അസ്വസ്ഥനായ ഇടപ്പള്ളി മരണം വരെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടുപോയി. മരണം ഇനിയും അകലെയാണെന്ന അക്ഷമ ദീനരോധത്തിൻ്റെ അവസാനമെന്ന കവിതയിൽ കവി ഭംഗിയായി സൂചിപ്പിച്ചിരിക്കുകയാണ്. പ്രീസ്റ്റ്ലി എന്താണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? KP അപ്പൻ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുകയാണ് പ്രീസ്റ്റ്ലി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു തത്വചിന്തയെ. അതായത് സാമൂഹിക ജീവിതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാക്കപ്പെടും. അതാണ് പ്രത്യേകത. സാമൂഹിക ജീവിതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഈ സങ്കീർണതയിൽ നിന്ന് കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവിയാണ് കാൽപ്പനികവാദിയായിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ആ സ്വപ്നജീവി അറിയാതെ തന്നെ ഭ്രഷ്ടനാക്കപ്പെട്ടിരിക്കും. എന്നിട്ട് അയാൾ സ്വയം തന്നെ വിലയിരുത്തും. താൻ നാടുകടത്തപ്പെട്ടവനായി, താൻ പ്രക്ഷോഭകാരിയായി, താൻ പ്രവാചകനാണ് എന്നൊക്കെ സ്വയം സങ്കല്പിക്കാൻ തുടങ്ങും. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം എപ്പോഴെങ്കിലും കാൽപ്പനികവാദിയായ ഒരു കവി കൈക്കൊള്ളുമെന്നാണ് പ്രീസ്റ്റ്ലി ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് KP അപ്പൻ മരണത്തിന് സൗന്ദര്യം എന്ന ഈ പാഠത്തിൽ വിശദീകരിക്കുന്നത്. പ്രീസ്റ്റ്ലി ചൂണ്ടിക്കാണിച്ചത് ഇത്രമാത്രമാണ്: സാമൂഹ്യ ജീവിതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ നിന്നും കാൽപ്പനികവാദിയായ ഒരു സ്വപ്നജീവി അറിയാതെ തന്നെ സ്വയം ഭ്രഷ്ടനാകും. അങ്ങനെ അയാൾ ഭ്രഷ്ടനാക്കപ്പെടുമ്പോൾ നാടുകടത്തപ്പെട്ടവനെ പോലെ, പ്രക്ഷോഭകാരിയെ പോലെ, പ്രവാചകനെ പോലെ സ്വയം അങ്ങ് സങ്കല്പിക്കും. ഇതിലേതെങ്കിലും ഒരു സ്വഭാവം എപ്പോഴെങ്കിലും കാൽപ്പനികവാദിയായ ഒരു കവി കൈക്കൊള്ളുമെന്ന് പ്രീസ്റ്റ്ലി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത ചോദ്യം: കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോ പറഞ്ഞത് എന്ത്? ഇടപ്പള്ളിയുമായി ഈ പ്രസ്താവനയ്ക്കുള്ള ബന്ധമെന്നാണ്. അപ്പോൾ KP അപ്പൻ റൂസോയുടെ കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോയെ ഈ പാഠത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഇടപ്പള്ളിയുമായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി ഈ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ പാഠത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് ആ ബന്ധം? താൻ ഒറ്റയ്ക്കാണ്, കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല എന്നാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാൽപ്പനികതയുടെ ആദ്യ നക്ഷത്രമായ റൂസോയുടെ ചിന്തകൾ ഇതൊക്കെയാണ്: താൻ ഒറ്റയ്ക്കാണ്, കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല എന്നൊക്കെ. സ്വന്തം രചനയിലൂടെ ഇടപ്പള്ളിയും ഇത് തന്നെയാണല്ലോ വിളിച്ചു പറഞ്ഞത്. തനിക്കെതിരായിട്ട് നിരന്തരമായി ഗൂഢാലോചനകൾ നടത്തുന്ന തൻ്റെ അഭിലാഷങ്ങളെ കശക്കി ദൂരത്തേക്ക് എറിയുന്ന ശത്രുവായിരുന്നു ഇടപ്പള്ളിയെ സംബന്ധിച്ച് ലോകമെന്ന് പറയുന്ന ചിന്ത. ലോകം അദ്ദേഹത്തിന് എന്നും ശത്രുവിനെ പോലെയാണെന്നാണ് ഇടപ്പള്ളിയുടെ അഭിപ്രായം. ഇതാണ് റൂസോയും ഇടപ്പള്ളിയും തമ്മിലുള്ള ബന്ധമായിട്ട് KP അപ്പൻ ഈ പാഠത്തിൽ വിലയിരുത്തുന്നത്. ഇടപ്പള്ളിയുടെ ദർശനം എന്തായിരുന്നു? ഇടപ്പള്ളിയുടെ ദർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൃത്യുബോധവുമായി ആഴത്തിലൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇടപ്പള്ളി തൻ്റെ ദർശനങ്ങളിലൂടെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്നു. ജീവിതമെന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: മരിയോ പ്രാസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്താണ്? കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണെന്ന് ബോദലേറും യൂഗോയും പാടിയതും ഉദാഹരണ സഹിതം മരിയോ പ്രാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക: കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഒരു കവിക്കും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണാൻ കഴിയില്ല. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. കാൽപ്പനികതയുടെ ആത്മവേദന അനുഭവിച്ച ഈ ഒരു കവിയെ സംബന്ധിച്ചും മരണത്തെയും സൗന്ദര്യത്തെയും രണ്ടായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. മരണവും സൗന്ദര്യവും സ്നേഹവതികളായ രണ്ട് സഹോദരികളാണെന്ന് ബോദലേറും യൂഗോയും പാടിയതും ഉദാഹരണ സഹിതം മരിയോ പ്രാസ് ചൂണ്ടിക്കാണിച്ചതായിട്ട് KP അപ്പൻ ഈ പാഠത്തിൽ വിലയിരുത്തുന്നുണ്ട്. അടുത്ത ചോദ്യം: രണ്ട് നല്ല സഹോദരികൾ എഴുതിയതാര്? ഈ കവിത എന്തിന് ഉതകുമെന്നാണ് KP അപ്പൻ അഭിപ്രായപ്പെടുന്നത്? ബോദലെയർ എഴുതിയ കവിതയാണ് രണ്ട് നല്ല സഹോദരികൾ. ക്രൂരമായ ആനന്ദവും വിഷാദാത്മകമായ മാധുര്യവും സമ്മാനിക്കുന്ന രണ്ട് സഹോദരികളായി ശവമഞ്ചത്തെയും വിവാഹമഞ്ചത്തെയും സങ്കല്പിച്ചുകൊണ്ടാണ് ബോദലെയർ ഈ കവിത രചിച്ചു വച്ചത്. ഇടപ്പള്ളിയുടെ ദർശനം കൂടുതൽ അഗാധതയിൽ മനസ്സിലാക്കുവാൻ ഈ കവിത സഹായിക്കുമെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. കാരണം ഇതേ മട്ടിൽ ക്രൂരവും മധുരമായ ഒരു മനോഭാവമാണ് പ്രേമത്തിൻ്റെയും മരണത്തിൻ്റെയും നേരെ
ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്കും ഉണ്ടായിരുന്നത്. മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം എന്ന വരികൾ എഴുതുവാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് 2 നല്ല സഹോദരികളായിരുന്നെന്ന് മുന്നമേ പറഞ്ഞു. മരണത്തോട് ബന്ധപ്പെടുമ്പോൾ പ്രേമത്തിന് കൂടുതൽ സൗന്ദര്യം കിട്ടുമെന്ന് പോലും ഇടപ്പള്ളി വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് ഈ വരികൾ എഴുതാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചതെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. തൻ്റെ പ്രണയലതിക തഴച്ചു വളരാൻ മരണശാഖയിൽ തന്നെ പടരണമെന്നാണല്ലോ ഈ വരിയുടെ ആശയം തന്നെ. നിരാശ എന്ന ഇടപ്പള്ളിയുടെ കവിതയുടെ ധ്വനി എന്ത്? ശ്രദ്ധിക്കുക, നിരാശ എന്ന ഇടപ്പള്ളി കവിതയുടെ ധ്വനി എന്ത്? നിരാശ എന്ന ഇടപ്പള്ളി കവിതയിൽ, അല്ലെങ്കിൽ ഇടപ്പള്ളി എഴുതിയ നിരാശ എന്ന കവിതയിൽ ജീവിതത്തിൻ്റെ വ്യർത്ഥത മരണത്തെ സ്നേഹിക്കുവാൻ ഇടപ്പള്ളിയെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വ്യർത്ഥത മരണത്തെ സ്നേഹിക്കുവാൻ ഇടപ്പള്ളിയെ പഠിപ്പിച്ചു. നിരാശ എന്ന കവിതയിലൂടെ ഈ യാഥാർത്ഥ്യത്തെ കവി വളരെ ഭംഗിയായിട്ട് ധ്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, മരണത്തിന് ദുഃഖകാരണം വിറ്റ് സ്വതന്ത്രനാകുന്നതാണ് നല്ലതെന്ന് കവി ചിന്തിക്കുവാൻ കാരണമെന്ത്? അതായത് താൻ പിന്നിട്ടത് ഒരു മണൽക്കാടും മുന്നിൽ കാണുന്ന വിദൂരതയിൽ ഭാവിയുടെ ദുരൂഹതയുമാണ്. അങ്ങനെ ആ ദുരൂഹത സൂചിപ്പിക്കുന്ന മഹാപഠനമാണ് ജീവിതമെന്ന് ഇടപ്പള്ളി അങ്ങ് വിശ്വസിച്ചു. ദൂരെ കാണുന്ന മഹാവനത്തിലേക്ക് ജീവിതമെന്ന ദുഃഖകാരണവും പേറിക്കൊണ്ടുള്ള വ്യർത്ഥമായ ഈ യാത്ര എത്ര അർത്ഥശൂന്യമാണെന്ന് ചിന്തിച്ചപ്പോൾ മരണത്തിന് ഈ ദുഃഖകാരണം വിറ്റ് സ്വതന്ത്രനാകുകയാണ് നല്ലതെന്ന് കാൽപ്പനികവാദിയായ ഈ ഇടപ്പള്ളി ചിന്തിച്ചു എന്നാണ് KP അപ്പൻ്റെ നിഗമനം. ഇനി ഇടപ്പള്ളിയുടെ മരണം എന്ന കവിതയിൽ ഇടപ്പള്ളി ചോദിക്കുന്നത് എന്താണ്? അടുത്ത ചോദ്യമാണ്, ഇടപ്പള്ളി എഴുതിയ മരണം എന്ന കവിതയിൽ ഇടപ്പള്ളി ചോദിക്കുന്നത് എന്താണ്? ദുഃഖത്തിൻ്റെ കറുത്ത കനികൾ തിന്നു കഴിയുന്ന മനുഷ്യൻ മരണത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നതാണ് ചോദ്യം. അപ്പോൾ മരണം എന്ന കവിതയിൽ കവി ചോദിക്കുകയാണ്, ദുഃഖത്തിൻ്റെ കറുത്ത കനികൾ തിന്നു കഴിയുന്ന മനുഷ്യ, നീ മരണത്തിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന്. മരണം എന്ന കവിതയിൽ ഇടപ്പള്ളി സമൂഹത്തോട്, അല്ലെങ്കിൽ അനുവാചക ലക്ഷങ്ങളോട് അനുവാചക മനസ്സിൽ കോറിയിടുന്ന ചോദ്യം അതാണ്. മരണത്തിൻ്റെ സൗന്ദര്യം കവിയെ ലഹരി പിടിപ്പിച്ചിരുന്നു എന്നതാണ് ഇവിടുത്തെ സത്യം. അടുത്ത ചോദ്യം, വരുന്നു ഞാൻ എന്ന മണിനാഥം എന്ന കവിതയിലെ വരിയിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? വരുന്നു ഞാൻ എന്ന് പറയുന്ന വരിയിൽ, മണിനാഥം എന്ന കവിതയിലെ വരിയാണ് വരുന്നു ഞാൻ. ഈ വരിയിൽ സൂചിതമെന്ത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന ഇടപ്പള്ളി ആർക്കു വേണ്ടിയാണ് മണി മുഴക്കുന്നതെന്ന് ചോദിച്ചില്ല. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പട്ടടയുടെ തീപ്പൊരികൾ സ്വപ്നം കണ്ടിരുന്ന കവിയാണ് ഇടപ്പള്ളി. അതുകൊണ്ട് തന്നെ ഇത് ആർക്കു വേണ്ടി ആണ് ഈ മണി മുഴക്കുന്നതെന്ന് ചോദിച്ചില്ല. തനിക്ക് വേണ്ടിയാണെന്ന് ഒരു കവിയുടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഞാൻ എന്ന വ്യക്തവും സ്വതന്ത്രമായ ആത്മസമർപ്പണ വാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. വരുന്നു ഞാൻ എന്ന് പറയുന്നത് അതാണ്. വരുന്നു ഞാൻ എന്ന് പറയുന്ന ഈ പേരിൽ എഴുതിയ കവിതയിൽ കവി എന്താണ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? അടുത്ത ചോദ്യമാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്. വരുന്നു ഞാൻ എന്ന പേരിൽ മണിനാഥം എന്ന കവിത അദ്ദേഹം എഴുതി, അല്ലെങ്കിൽ മണിനാഥം എന്ന കവിതയിലെ വരിയാണ് വരുന്നു ഞാൻ. അപ്പോൾ ഈ കവിതയിൽ കവി എന്താണ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? മണിനാഥം എന്ന കവിതയിലെ വരുന്നു ഞാൻ എന്ന് പറയുന്ന ഈ വരിയിൽ കവി ജീവിതത്തെ ഗ്രന്ഥപാരായണമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ കേൾക്കുക, മണിനാഥം എന്ന് പറയുന്ന കവിത ജീവിതത്തെ ഗ്രന്ഥപാരായണമായിട്ടാണ് സങ്കല്പിച്ചെഴുതിയിരിക്കുന്നത്. ജീവിതമെന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനം വരെ വായിക്കുവാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് കവി ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വായന നിർത്താനുള്ള വ്യഗ്രതയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഇച്ഛ തന്നെയാണല്ലോ അപ്പോൾ കവി പ്രകടിപ്പിച്ചതെന്ന് KP അപ്പൻ വിലയിരുത്തുകയാണ്. ഈ കവിതയുടെ അവസാന വരികളിൽ ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണി ദീപാങ്കുരൻ ഞാൻ തന്നെ കെടുത്തട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം മണിനാഥം എന്ന് പറയുന്ന കവിതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അടുത്ത ചോദ്യം, ഇടപ്പള്ളിയുടെ ആത്മഹത്യ എന്തിനുള്ള തെളിവാണെന്നാണ് KP അപ്പൻ പറഞ്ഞു വയ്ക്കുന്നത്? ഒരു കാൽപ്പനിക കവി ആത്മനിന്ദയിലൂടെ ക്രൂരമായ സംതൃപ്തി അനുഭവിക്കുകയും തീവ്രമായ ജീവിത വിഷാദത്തിന് അടിമയായി തീരുകയും ചെയ്താൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യ എന്നാണ് KP അപ്പൻ്റെ നിഗമനം. അടുത്ത ചോദ്യം, സ്റ്റെങ്കൽ സൂചിപ്പിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ സ്റ്റെങ്കൽ ചൂണ്ടിക്കാട്ടിയത് എന്താണ്?
ആഴമേറിയ വിഷാദാത്മകതയും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നാണ് സ്റ്റെങ്കൽ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ സ്റ്റെങ്കൽ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ആഴമേറിയ വിഷാദാത്മകതയും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നാണ്. അടുത്ത ചോദ്യം, ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മനഃശാസ്ത്ര പഠനം നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. KP അപ്പൻ പറയുകയാണ്, സ്വയം നിന്ദിക്കുന്നതിൽ സൗന്ദര്യം കണ്ടെത്തുകയും ദുഃഖിതനായിരിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുകയും ചെയ്ത ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മനഃശാസ്ത്ര പഠനം രോഗബാധിതനായ ഒരു മനസ്സിനെക്കുറിച്ചുള്ള വിശകലനമായി തീരാൻ ഇടയുണ്ടെന്നാണ് എഴുത്തുകാരൻ്റെ നിഗമനം. അത്തരമൊരു അന്വേഷണം ഇടപ്പള്ളിയുടെ ആത്മഹത്യക്കുള്ള തത്വചിന്താപരമായ പരിവേഷം പൂർണ്ണമായും നശിപ്പിച്ചു കളയാൻ ഇടയുണ്ടെന്നും KP അപ്പൻ ഇടയ്ക്ക് അഭിപ്രായപ്പെടുന്നു. അടുത്ത ചോദ്യം, അതിന് കിട്ടിയ ഉത്തരമായിരുന്നു ഇടപ്പള്ളിയുടെ ആത്മഹത്യ. ഏതിന് കിട്ടിയ ഉത്തരം? ചോദ്യം, അതിന് കിട്ടിയ ഉത്തരമായിരുന്നു ഇടപ്പള്ളിയുടെ ആത്മഹത്യ. ഏതിന് കിട്ടിയ ചോദ്യം. സൃഷ്ടിയിലൂടെ താൻ പ്രകാശിപ്പിച്ച് കാണിച്ച സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിൽ നിലനിർത്തിയ ഇടപ്പള്ളി ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് തത്വചിന്താപരമായ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് കിട്ടിയ ഉത്തരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്നാണ് KP അപ്പൻ പറയുന്നത്. അടുത്ത ചോദ്യം, കമ്മ്യൂ ആത്മഹത്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത്? കമ്മ്യൂവിൻ്റെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോൾ കമ്മ്യൂ പറയുകയാണ്, എല്ലാ മികച്ച കലാസൃഷ്ടിയും എന്ന പോലെ ആത്മഹത്യയും ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ എങ്ങനെ നോക്കിക്കാണണമെന്നാണ് KP അപ്പൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും വലിയൊരു പാഠം നമ്മളെ പഠിപ്പിച്ചിട്ട് ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ നോക്കിക്കാണേണ്ട വിധമാണ് KP അപ്പൻ ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആത്മഹത്യയെ തൻ്റെ സകല കലാസൃഷ്ടികൾക്കും ഉപരിയായി സ്നേഹിച്ച ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒരു പ്രശ്നമെന്ന നിലയിൽ തന്നെ നോക്കിക്കാണേണ്ടതാണെന്ന അഭിപ്രായമാണ് KP അപ്പനുള്ളത്. അപ്പോൾ KP അപ്പൻ്റെ അഭിപ്രായത്തിൽ ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒരു പ്രശ്നമെന്ന നിലയിൽ നോക്കിക്കാണണമെന്നാണ്. അടുത്ത ചോദ്യം, പലരും കരുതുന്ന പോലെ പ്രേമനൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിച്ചത്. ഈ അഭിപ്രായം വിലയിരുത്താമോ? പലരും പോലെ, ഈ പാഠത്തിലെ വരി ശ്രദ്ധിക്കുക. പലരും കരുതുന്നത് പോലെ നൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇടപ്പള്ളി സ്വയം നശിച്ചത്. എന്താണ് ഈ അഭിപ്രായത്തെ സാധൂകരിക്കാമോ? ഇടപ്പള്ളി ഒരിക്കൽ പോലും പ്രണയവഞ്ചനയെക്കുറിച്ച് പറയുന്നില്ല എന്നതാണ് സത്യം. ദൂരെയാണെങ്കിലും അവൾ എപ്പോഴും തന്നോടൊപ്പം കൂട്ടിനായുണ്ടെന്നും ദുഷ്കാലം അല്പം പോലും അവളുടെ കവിളിണയിൽ ദുഃഖം ചാർത്താതിരിക്കട്ടെ എന്നുമാണ് മണിനാഥം എന്ന കവിതയിൽ കവി പറയുന്നത്. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിൻ്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ ഒരു വാക്കുപോലും അത്തരമൊരു ചതിയെക്കുറിച്ച് പറയുന്നില്ല എന്നതും വിലയിരുത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പം പലരും പറയുന്നത് പ്രേമനൈരാശ്യം കൊണ്ടാണ് ഇടപ്പള്ളി സ്വയം നശിച്ചത് എന്നാണ്. പക്ഷേ KP അപ്പൻ പറയുന്നു, ഇടപ്പള്ളി ഒരിക്കൽ പോലും പ്രണയവഞ്ചനയെക്കുറിച്ച് ഒരു സ്ഥലത്തും പറയുന്നില്ല. ദൂരെയാണെങ്കിൽ പോലും അവൾ എപ്പോഴും തന്നോടൊപ്പം കൂട്ടിനായുണ്ടെന്നും ദുഷ്കാലം അവളുടെ കവിളിണയിൽ ദുഃഖം ചാർത്താതിരിക്കട്ടെ എന്നുമാണ് കവിയുടെ പ്രാർത്ഥന. മണിനാഥം എന്ന കവിതയിൽ കവി ഇത് എഴുതി വച്ചിട്ടുണ്ട്. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിൻ്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഇങ്ങനൊരു ചതി ഉള്ളതായിട്ട് പറഞ്ഞ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, ദസ്തോവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന നോവലിലെ കിർലോവിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ ദസ്തോവ്സ്കിയുടെ നോവലാണ് ഭൂതാവിഷ്ടർ. ദസ്തോവ്സ്കിയുടെ നോവലിൻ്റെ പേരാണ് ഭൂതാവിഷ്ടർ. അതിൽ കിർലോവിൻ്റെ പ്രത്യേകത എന്ത്? കിർലോവ് തൻ്റെ ഇച്ഛാശക്തിയുടെ, അല്ലെങ്കിൽ കിർലോവ് തൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പം ദസ്തോവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന് പറയുന്ന നോവലും ഇടപ്പള്ളിയെയും കൂടെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന KP അപ്പൻ പറയുന്നു, കിർലോവ് എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യ തന്നെയാണെന്ന് വിശ്വസിച്ച കഥാപാത്രമാണ്. അത് തന്നെയാണ് ഇടപ്പള്ളിയുടെയും ചിന്തയെന്നാണ് KP അപ്പൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത്രയുമാണ് KP അപ്പൻ്റെ
മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ പാഠത്തിലുള്ളത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.